കർക്കിടക മാസത്തിൽ മലയാളികൾ ഔഷധക്കഞ്ഞിക്കൊപ്പം ഏറ്റവും പ്രധാനമായി ഉൾപ്പെടുത്തുന്ന ഒന്നാണ് പത്തിലത്തോരൻ. ആരോഗ്യ സംരക്ഷണത്തിന് ആയുർവേദം ഏറെ പ്രാധാന്യം നൽകുന്ന ഈ മാസത്തിൽ പത്തിലത്തോരന് പ്രത്യേക സ്ഥാനമുണ്ട്. പത്തിലത്തോരന്റെ ഗുണങ്ങളെക്കുറിച്ച് കാനായിലെ നാരായണൻ വൈദ്യർ സംസാരിക്കുന്നു. കർക്കിടക മാസത്തിലെ പ്രധാനപ്പെട്ട ഭക്ഷണ രീതികൾ പെടുന്നതാണ് പത്തിലത്തോരൻ. പത്തിലത്തോരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിൻ്റെ ഒരുപാട് രോഗപ്രതിരോധത്തിൻ്റെ ഗുണങ്ങൾ, അത് മനുഷ്യ ശരീരത്തിന് എന്തൊക്കെ ജീവാംശങ്ങൾ മനുഷ്യ ശരീരത്തിൽ കൊടുക്കണമെങ്കിൽ അതിന് ഇലക്കറികൾ വളരെ പ്രധാനമാണ്. അത് നമ്മൾ കർക്കിടക മാസത്തിൽ ഉപയോഗിക്കുന്ന പത്തിലകളാണ് പ്രധാനപ്പെട്ട് ഉപയോഗിക്കുന്നത്. എന്തെല്ലാം ഈ പത്തിലാണെന്ന് പറഞ്ഞാൽ താളിൻ്റെ ഇല, തമരൻ്റെ ഇല, ചേമ്പിൻ്റെ ഇല, മത്തൻ. താള്, തമര, ചേമ്പ്, ചേന, മത്തൻ, കുമ്പളം. അതുകൊണ്ട് പയറിൻ്റെ ഇല, കൊടുത്തുവ, നെയ്യുരണി, വെള്ളരി, ഇങ്ങനെ ചെറുതാമ അടക്കമില്ല 10 ഇലകളാണ് നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. ഇത് ഓരോ ഇലക്കും പ്രത്യേകം ഗുണങ്ങളുണ്ട്. മനുഷ്യ ശരീരത്തിൻ്റെ ഘടനകൾ, അത് കണ്ണിൻ്റെ കാഴ്ചകൾ കൂടാനും, അത് ഉദര സംബന്ധമായ വയറ്റിലെ എല്ലാ കച്ചറകൾ പുറന്തള്ളാനും, വാതപിത്ത കഫത്തിന് ഒരുപാട് മരുന്ന് ഔഷധങ്ങൾ പെടുന്നതാണ് ഈ 10 ഇലകൾ. അത് വളരെ പ്രധാനമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഓരോ വീടുകളിലും കറിക്ക് വെച്ച് കൊടുക്കുന്ന മഴക്കാലത്ത് ഇലകൾ സമൃദ്ധമായിട്ട് വളർന്നു കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ഈ സമയത്ത് ഉപയോഗിക്കുന്നതിനെ കൊണ്ട് ഒരു തെറ്റില്ല, അത് തിരിച്ചറിയണം. അപ്പോൾ നമ്മൾ മുരിങ്ങേൻ്റെ ഇല ഈ സമയത്ത് കഴിക്കാൻ പറ്റില്ല. അതിന് 2 തരത്തിലെ ദോഷങ്ങളുണ്ട്. അത് സൂര്യപ്രകാശത്തിൻ്റെ പ്രസരണി കുറയുന്നതുകൊണ്ട് സൂര്യപ്രകാശം ഇല്ലാതിരിക്കുമ്പോൾ ഇതിന് കട്ടിങ് ഉണ്ടാവും മുരിങ്ങയിലൊക്കെ, അതുകൊണ്ട് അത് കഴിക്കാൻ പറ്റില്ല. മറ്റൊന്നാണ് ചിത്രശലഭം മഴക്കാലത്ത് മുട്ടയിട്ടിട്ട് അതിനടുത്ത് അടിയിൽ വരുന്ന മണ്ണാമ്പലൊക്കെ കെട്ടി നിൽക്കുന്നതുകൊണ്ട് മുരിങ്ങാൻ്റെ ഇല ഇപ്പം കഴിക്കാൻ പാടില്ല നമ്മൾ പറയുന്നത്. അപ്പോൾ മറ്റുള്ള എല്ലാ ഇലകളും ഇപ്പോൾ ഭക്ഷ്യയോഗ്യമാണ്, അത് കഴിക്കാം.